ഇലക്ടറൽ ബോണ്ട് കേസിൽ SBIക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വെളിപ്പെടുത്താത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. SBI എല്ലാ വിവരങ്ങളും കൈമാറാത്തതിൽ ചീഫ് ജസ്റ്റിസ് അതൃപ്തിയും അറിയിച്ചു. അതേസമയം ഇലക്ട്രൽ ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ചത് BJPക്കാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി അടക്കം വിവിധ അന്വേഷണങ്ങൾ നേരിടുന്ന കമ്പനികളാണ് ബോണ്ടുകൾ അധികം വാങ്ങിയത്. ഈ വാർത്തയാണ് വിശദമായി ആദ്യം പരിശോധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആർക്കെ, ഒരിക്കൽ കൂടി ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് ചർച്ചയായി മാറുകയാണ്. സുപ്രീം കോടതിയിൽ അത് വീണ്ടും വിമർശനത്തിന് ഇടയാക്കുന്നു. SBIക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു. ഒപ്പം നോട്ടീസ് അയച്ചിരിക്കുന്നു സുപ്രീം കോടതി. എന്താണ് അതിന് കാരണമായ കാര്യം? ഈ സീരിയൽ നമ്പറുകൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ വിവരങ്ങൾക്ക്? ഗോപി, കോടതി ഇന്ന് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ടുള്ള കാരണം, നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അതിലൊരു ഉചിതമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകും. സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് എടുത്ത ഉചിതമായിട്ടുള്ള താല്പര്യം ഈ വിവരങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ വരണം. ഇതെല്ലാം അറിഞ്ഞ് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിധത്തിലുള്ള സംഘടനകളിൽ നിന്ന് അഥവാ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഒക്കെയാണ് അതത് രാഷ്ട്രീയ പാർട്ടികൾ ഈ പണം കൈപ്പറ്റിയത് എന്നതടക്കമുള്ളത് അറിയാനായിട്ടുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ട്. വിവരാവകാശ നിയമത്തിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ സെക്ഷൻ 7 അടക്കമുള്ള കാര്യങ്ങളുടെ താല്പര്യം അതനുസരിച്ച് പാലിക്കപ്പെടണം എന്നത് സ്ഥാപിക്കാനായിട്ടാണ് സുപ്രീം കോടതി അത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ SBIയുടെ ഇതിന് നിയോഗിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചുമതലപ്പെട്ടിട്ടുള്ള SBIയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിക്കുന്നത് കേവലം സാങ്കേതികത്വം ആയിട്ടുള്ള നടപടികളാണോ എന്ന സംശയമാണ് ഇന്ന് സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇത്ര ശക്തമായിട്ടുള്ള ഒരു വിമർശനത്തിലേക്ക് നയിക്കാനായിട്ട് വീണ്ടും പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാരണം SBI കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും സുപ്രീം കോടതിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവർ 2 PDF-കളിലായിട്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും അതിൻ്റെ കംപ്ലയിൻസ് റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതി എടുത്തിരിക്കുന്ന നിഗമനം, അഥവാ ഇന്ന് ഈ കക്ഷികൾ ചൂണ്ടിക്കാട്ടിയത്, കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത് അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന അനുമാനം, സീരിയൽ നമ്പറുകൾ അടക്കമുള്ളവ മറച്ചുവെച്ചത് ഈ നടപടിക്രമങ്ങളെ കേവലം സാങ്കേതികമാക്കി അവസാനിപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണോ എന്നുള്ള ഒരു സംശയമാണ് സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ശക്തമായിട്ടുള്ള വിമർശനം SBIയോട് ഉന്നയിക്കുകയും 17-ാം തീയതിക്ക് അകം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒരു ബോണ്ടിനെ സംബന്ധിച്ച് സീരിയൽ നമ്പർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ബോണ്ട് ഏത് സാഹചര്യത്തിൽ വാങ്ങിയെന്നോ ആ വാങ്ങിയ ആളിൻ്റെ താല്പര്യം, ആർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകൾ, ഇതൊക്കെ ഈ ബോണ്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി ഈ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ വേഗത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കും. ആവശ്യമെങ്കിൽ വിവരാവകാശം വഴി ജനങ്ങൾക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. ഇതിനൊക്കെയുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ബലത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്ന നടപടികളുടെ പ്രത്യേകത. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു അപേക്ഷയുണ്ടായിരുന്നു. അവർ നവംബറിൽ സമർപ്പിച്ച രേഖകൾ, ആ രേഖകളുടെ ഒരു പകർപ്പും തങ്ങളുടെ പക്കൽ ഇല്ല. അവയെല്ലാം തങ്ങൾ ഉചിത താല്പര്യാർത്ഥം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ തന്നെ മറ്റൊന്നും എല്ലാവരെയും കോടതിയിലേക്ക് കൈമാറിക്കൊണ്ട് തങ്ങളുടെ പക്കൽ അതിനെക്കുറിച്ച് ഒന്നുമില്ല, അതിൻ്റെ ഒരു വീണ്ടെടുക്കൽ അനുമതി നൽകണം എന്നുള്ളതാണ്. ആ രേഖകൾ സുപ്രീം കോടതി നൽകും, 17-ാം തീയതിക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കണം എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ. ശരി ആർക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായ നിരീക്ഷണം. ആരാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയത്, ബോണ്ടുകൾ വാങ്ങി അല്ലെങ്കിൽ ബോണ്ടുകളിലൂടെ, ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഏത് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് എന്നത് മാത്രമല്ല, ആരാണ് ഏത് ബോണ്ടാണ് എപ്പോൾ വാങ്ങി അത് കൃത്യമായി ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ ഉൾപ്പെടെ നൽകണമെന്ന് പറഞ്ഞത്. 17-ാം തീയതിയാണ് SBIക്കുള്ള അവസാന തീയതി.